യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ എറണാകുളത്തിൻ്റെ ജനപ്രിയനായ നിയമസഭാ അംഗം മുൻ DCC പ്രസിഡന്റ് കൂടിയായ ശ്രീ TJ വിനോദ്, ഈ ജാഥയുടെ നായകൻ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, വേദിയിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ ജൈത്രയാത്ര 8ാമത്തെ ജില്ലയായ എറണാകുളം ജില്ലയിലേക്ക് ഇന്ന് രാവിലെ പ്രവേശിച്ചതാണ്. ഈ പുതുയുഗ യാത്രയിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ ഓരോ സ്വീകരണ സമ്മേളനങ്ങളിലും പങ്കെടുക്കുകയാണ്. 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിനെതിരായ ശക്തമായ ജനവികാരത്തിന്റെ കുത്തൊഴുക്കാണ് ഈ ഓരോ സമ്മേളനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളം ഒരു ഭരണമാറ്റത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ചേലക്കര ഒഴിച്ചുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും UDF വൻപിച്ച വിജയം നേടുകയുണ്ടായി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 20-ൽ 18 സീറ്റും നേടി ചരിത്രം ആവർത്തിക്കുകയുണ്ടായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ വിജയമാണ് കേരളത്തിൽ UDFന് ജനങ്ങൾ നൽകിയത്. ഈ തെരഞ്ഞെടുപ്പുകളുടെ വിജയങ്ങൾ എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? 10 വർഷമായി കേരളം ഭരിച്ചു മുടിച്ച ഈ സർക്കാർ മാറണമെന്നുള്ള ജനാഭിലാഷമല്ലേ ഈ തെരഞ്ഞെടുപ്പുകളിലൂടെ പ്രകടമാകുന്നത്? ഇത് മനസ്സിലാകാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമാണ്. പരാജിതന്റെ കപട ആത്മവിശ്വാസമാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നയിക്കുന്നത്. ഇത്രയും പരാജയമുണ്ടായിട്ടും, ജനങ്ങൾ തിരസ്കരിച്ചിട്ടും ഒരു നാണവുമില്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു 3ാം ഭരണം ഉണ്ടാകുമെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, പരാജിതന്റെ കപട ആത്മവിശ്വാസമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ളതെന്നാണ്. കേരളത്തിൽ വീണ്ടും ഒരു തുടർഭരണം ഉണ്ടാകണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. UDF പ്രവർത്തകരോ UDFിലെ വിശ്വാസികളോ മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും അനുഭാവികളും ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നു. സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായിരിക്കുന്ന സച്ചിദാനന്ദൻ മാസ്റ്റർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കൽ കൂടി വന്നാൽ ഇവിടെ കമ്മ്യൂണിസം തകരുമെന്നും കേരളം തകർച്ചയുടെ നെല്ലിപ്പടിക കണ്ടെത്തുമെന്നും പറയുന്നു. പ്രഗത്ഭരായ സാഹിത്യകാരന്മാരെല്ലാം ഒരുമിച്ച് പറയുന്നു, ഇനിയൊരു തുടർഭരണം കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. കേരളത്തിന്റെ സമസ്ത മേഖലകളെയും തകർത്തെറിഞ്ഞ ഈ ഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. 10 വർഷം കൊണ്ട് കേരളം എവിടെയെത്തി? എന്ത് വികസനമുണ്ടായി? എന്ത് പുരോഗതി ഉണ്ടായി പറയണം. 10 വർഷം കൊണ്ട് കേരളം 10 വർഷം പുറകോട്ട് പോയി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതെങ്കിലും ഒരു വൻകിട വികസന പദ്ധതി കേരളത്തിൽ കൊണ്ടുവന്നോ? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കൊണ്ടുവന്ന കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം, വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെയുള്ള
വൻപിച്ച വികസന പദ്ധതികൾ കൊണ്ടുവന്നെങ്കിൽ അധികാരമൊഴിയുന്ന പിണറായി വിജയൻ നോക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് പറയാൻ കഴിയുമോ ഇത് കൊണ്ടുവന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പറയാൻ കഴിയുമോ? കേരളത്തിൽ നിന്ന് കുട്ടികൾ ഇന്ന് പലായനം ചെയ്യുകയാണ്. കേരളം ഒരു വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുന്നു. അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം തേടി, മികച്ച ജോലികൾ തേടി, മാത്രമല്ല നല്ല ശമ്പളം തേടി കേരളത്തിലെ കുട്ടികൾ ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു. അവരെ കേരളത്തിൽ നിർത്താൻ ഈ ഗവൺമെന്റ് 10 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഒരു UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ, അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകാൻ, മികച്ച ജോലി കിട്ടാൻ, മികച്ച ശമ്പളം കിട്ടാനുള്ള നടപടി UDF ഗവൺമെന്റ് കൈക്കൊള്ളുമെന്ന് ഉറപ്പ് നൽകാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. തൊഴിലില്ലായ്മ അതിരൂക്ഷം, വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുന്നു. അനുദിനം കേരളം പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്തിന് വ്യവസായ മന്ത്രി പറയുന്നല്ലോ, ഇവിടെ വ്യവസായം വന്നു. ഏത് വ്യവസായമാണ് വന്നത്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വ്യവസായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മന്ത്രി പറയുന്നത്. എവിടെ വന്നു? ധാരണാപത്രങ്ങൾ ഒപ്പിട്ടാൽ വ്യവസായങ്ങൾ വരില്ല. ധാരണാപത്രങ്ങൾ ധാരാളം ഒപ്പിട്ടു, പക്ഷെ ഒരു വ്യവസായവും കേരളത്തിലോ കൊച്ചിയിലോ വന്നിട്ടില്ല. ഈ കൊച്ചിയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഏത് വ്യവസായമാണ് പുനരുജ്ജീവിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയത്? കേരളത്തിന്റെ വിദേശ മൂലധന നിക്ഷേപം 300 കോടിയാണ്. തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങൾക്ക് അതിൽ നിന്ന് 5 ഇരട്ടിയും 10 ഇരട്ടിയും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നു, സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നു, വൻകിട വ്യവസായങ്ങൾ വരുന്നു. ഈ അടുത്ത സമയത്താണ് ഗൂഗിളിന്റെ ഏറ്റവും പുതിയ ഫാക്ടറി വിശാഖപട്ടണത്ത് വന്നത്. ഏറ്റവും ഇന്ത്യയിലേക്ക് ഗൂഗിളിന്റെ ഫാക്ടറി വന്ന വിശാഖപട്ടണത്തേക്കാണ്. തമിഴ്നാട്ടിലും കർണാടകത്തിലും വ്യവസായ സ്ഥാപനങ്ങൾക്ക് വേണ്ടി മൂലധന നിക്ഷേപം ഒഴുകുമ്പോൾ ഈ കേരളത്തിലെ മണ്ണിലേക്ക് ആരാണ് വ്യവസായം നടത്താൻ വന്നത്? മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, 1,15,000 കോടി രൂപയുടെ വ്യവസായം നടത്താൻ ആര് വന്നെന്ന്. ആരോ വന്നെന്നാ പറഞ്ഞ, ആര് വന്നതായി നമ്മളാരും കണ്ടില്ല. കേരളം പിറകോട്ട് പോകുന്നു, വ്യാവസായികമായി തളരുന്നു. അടിസ്ഥാന വികസനത്തിന്റെ കാര്യത്തിൽ കേരളം പിറകോട്ട് പോകുന്നു. വ്യവസായ ഇടനാഴികളെ പറ്റി പറയുന്നതല്ലാതെ യാഥാർത്ഥ്യമാകുന്നു. 10 വർഷം നിങ്ങൾ എന്ത് ചെയ്തു? ഈ കൊച്ചു കേരളത്തെ അനുദിനം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് എത്തിച്ച ഈ ഭരണകൂടത്തിന് അവസാനം കുറിക്കാൻ സമയമായിരിക്കുന്നു. അതിനാണ് കേരളത്തെ ജനങ്ങൾ കാത്തിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന തട്ടിപ്പുകളും കൊള്ളകളും ജനങ്ങൾ കാണുന്നുണ്ട്. അഴിമതി, ഇത്രയും വലിയ അഴിമതി നടത്തിയ ഒരു ഗവൺമെന്റ് കേരള ചരിത്രത്തിലുണ്ടാകില്ല. ശബരിമലയിൽ നടക്കുന്ന കൊള്ളകളെ പറ്റി നമ്മൾ ഓരോ ദിവസവും പത്രത്തിൽ വായിക്കുന്നുണ്ട്. ആ കൊള്ളക്കാരിൽ 5 പേർ ജയിലിലായത് 5 പേര് CPM-കാരായിരുന്നു. ഈ 5 പേരെയും രക്ഷിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഗവൺമെന്റ് കൈക്കൊള്ളുന്നത്. ശബരിമല തന്ത്രിയെ ജയിലിലടച്ചു. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി ഒന്ന് പരിശോധിക്കണം. SIT-യുടെ തീരുമാനം തെറ്റാണ് എന്ന് കോടതി ഗൗരവതരമായ പരാമർശം നടത്തിയിരിക്കുന്നു. എന്തിനാണ് ശബരിമല തന്ത്രിയെ ജയിലിലടച്ചതെന്ന് SIT-ക്ക് പറയാൻ കഴിയുന്നില്ല എന്നാണ് കോടതി പറയുന്നത്. തന്ത്രിക്ക് സ്വാഭാവിക ജാമ്യമാണ്. അദ്ദേഹത്തിന് 90 ദിവസത്തിന് മുമ്പ് കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ടുള്ള ജാമ്യമല്ല, ക്ലിയറായ ജാമ്യമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ശബരിമല തന്ത്രിയെ എന്തിന് അറസ്റ്റ് ചെയ്തു?
എന്ന് ജനങ്ങളോട് ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം SITക്കുണ്ട്. അത് വരും ദിവസങ്ങളിൽ പുറത്തു വരാൻ പോകുന്ന ഒരു കാര്യമാണ്. ശബരിമല തന്ത്രിക്ക് ഭരണകാര്യങ്ങൾ ഇടപെടാൻ കഴിയില്ല. ഭരണപരമായ ഒരു അധികാരവുമില്ല. ക്ഷേത്രവും ക്ഷേത്ര ആരാധനയുമായി ബന്ധമുള്ള കാര്യങ്ങൾ മാത്രമേ ശബരിമല തന്ത്രിക്ക് പറയാൻ കഴിയൂ. അദ്ദേഹത്തിന്റെ ഉപദേശം അതുമായി ബന്ധപ്പെട്ടത് മാത്രമാണ്. അദ്ദേഹത്തെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? അദ്ദേഹം പറയുന്നു, യുവതി പ്രവേശനത്തെ ഞാൻ അനുകൂലിക്കാത്തത് കൊണ്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്നു. ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ബോധ്യപ്പെടുത്തേണ്ട സർക്കാരും SITക്കുമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി ശബരിമലയിൽ നടന്ന കൊള്ള പുറത്തു വരണം. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഒരു സംശയം വേണ്ട, ഈ സ്വർണം കട്ടവര് മുഴുവൻ അഴിയെണ്ണും നിയമപരമായി തന്നെ അവർക്ക് ഈ ശിക്ഷ നൽകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ യാത്ര കേരളത്തിൽ ജനങ്ങൾ ഒരുമിച്ച് ഈ യാത്രയെ സ്വീകരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് സതീശൻ നയിക്കുന്ന ഈ യാത്രയ്ക്ക് ജനങ്ങൾ നൽകുന്ന വൻപിച്ച പിന്തുണ കേരള ജനതയുടെ യഥാർത്ഥമായ വികാരത്തെയാണ് പ്രകടിപ്പിക്കുന്നത്. ഓരോ കാര്യത്തിലും ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടുപോകുന്ന ഒരു ഗവൺമെന്റാണ്. ഇന്നിപ്പോ കേരളം മുഴുവൻ ചെന്നാൽ മുഖ്യമന്ത്രിയുടെ പടം വെച്ചുള്ള വലിയ കൂറ്റൻ ഫ്ലെക്സുകളാണ് നമ്മൾ കാണുന്നത്, ഹോർഡിങ്ങുകൾ നമ്മൾ കാണുന്നു. ഈ പണം ആരുടെ പണമാണ്? ജനങ്ങളുടെ പണമാണ്. KSRTC ഡ്രൈവർമാർക്ക് ഇപ്പൊ KSRTC ബസ് ഓടിക്കാൻ കഴിയുന്നില്ല. മുമ്പിൽ പരസ്യം, പുറകിൽ പരസ്യം, രണ്ട് സൈഡിലും പരസ്യം. ഈ പണം ആരുടെ പണമാണ്? KSRTC കുത്തുപാള എടുത്തിരിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഈ പണം ആരുടെ പണം? ജനങ്ങളുടെ പണം KSRTCക്ക് കൊടുക്കുന്നു. കേരളത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത നിലയിൽ ഭരണം ഉപയോഗിച്ചുകൊണ്ട് ഇടതു മുന്നണിക്ക് വേണ്ടിയുള്ള പ്രചാരവേലകൾ നടക്കുന്നു, കള്ളപ്രചാരവേലകൾ നടക്കുന്നു. വൈദ്യുതി ബില്ല് വന്നാൽ അതിൽ എഴുതിയിരിക്കുകയാണ് പവർ കട്ടില്ലാത്ത 10 വർഷം. ഇന്ത്യയിൽ എവിടെ, ഏത് സംസ്ഥാനത്താണ് പവർ കട്ടുള്ളത്? വൈദ്യുതി ഉൽപാദനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഇന്ന് വൈദ്യുതി സർപ്ലസ് ആണ്. ഒരു സംസ്ഥാനത്തും പവർ കട്ടില്ല. 8ഉം 10ഉം മണിക്കൂറുകൾ പവർ കട്ടുണ്ടായിരുന്ന പല സംസ്ഥാനങ്ങൾക്ക് ഇന്ന് പവർ കട്ടില്ല. UDF ഗവൺമെന്റ് കാലത്ത്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്താണ് വൈദ്യുതി സൗജന്യമായി കൊടുക്കാനുള്ള തീരുമാനമെടുത്തതും നമ്മൾ വൈദ്യുതി ചാർജ് കുറച്ചതും നമ്മുടെ ഗവൺമെന്റ് കാലത്താണ്. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ചാർജ് കുറയ്ക്കാൻ തീരുമാനിച്ചത് നമ്മുടെ ഗവൺമെന്റ് കാലത്താണ്. 4 തവണ വൈദ്യുതി ചാർജ് കൂട്ടിയ ആളുകൾ ഇപ്പോൾ നമുക്ക് തരുന്ന കറണ്ട് ബില്ലിനകത്ത് എഴുതുകയാണ് 4 തവണ ഇത് കൂട്ടി, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. അവരാണ് പവർ കട്ടില്ലാത്ത 10 വർഷം. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് പവർ കട്ടുള്ളത്? അധികമാണ് ഇപ്പോൾ വൈദ്യുതി. സോളാറും മറ്റ് തെർമൽ പവറും ഒക്കെ ഉപയോഗിച്ചു, ന്യൂക്ലിയർ പവറൊക്കെ ഉപയോഗിച്ചതോടുകൂടി ഇന്ത്യയിൽ വൈദ്യുതി, അധിക വൈദ്യുതിയാണ് നമ്മുടെ സംസ്ഥാനങ്ങളുടെ കയ്യിലുള്ളത്. കേന്ദ്ര ഗ്രിഡിലുമുള്ളത് അധിക വൈദ്യുതിയാണ്. നാണം കെട്ട കള്ളപ്രചരണം നടത്തുകയാണ് ഇടതുപക്ഷം. ഈ കള്ളപ്രചരണങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിലപ്പോവില്ല. കോടികൾ ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ കള്ളപ്രചരണത്തിന് ബാലറ്റ് പേപ്പറിലൂടെ ജനങ്ങൾ മറുപടി പറയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജാഥ ക്യാപ്റ്റനും ഈ ജാഥയിലെ അംഗങ്ങൾക്കും പൂർണ്ണമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എറണാകുളം ജില്ല അതിന്റെ ചരിത്ര പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 14 സീറ്റും UDF വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് നിയമസഭയിലേക്ക് എത്തണം, ഇവിടുന്ന് MLA-മാരെ അയക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.